ഏവർക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് കേരള PSC ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് ഉള്ള ടോപ്പിക്കാണ് 8086 മൈക്രോ പ്രോസസർ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ 16-bit flag of 8086 micro processor is responsible to indicate. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ 8086 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാഗ് റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലാഗ് റേസിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 16-bit flag of 8086 micro processor is responsible to indicate. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ദ കണ്ടീഷൻ ഓഫ് റിസൾട്ട് ഓഫ് ALU ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ദ കണ്ടീഷൻ ഓഫ് മെമ്മറി, ഓപ്ഷൻ സി ദ റിസൾട്ട് ഓഫ് അഡീഷൻ ആൻഡ് ഓപ്ഷൻ ഡി ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലാഗ് രജിസ്റ്റർ റെപ്രസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലാഗ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 9 ഫ്ലാഗ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 16-bit രജിസ്റ്ററിലാണെന്ന് മാത്രം. ഫ്ലാഗുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ക്യാരി ഫ്ലാഗ്, അടുത്തത് ഓക്സിലറി ക്യാരി, ദെൻ പാരിറ്റി ഫ്ലാഗ് വരുന്നുണ്ട്, ദെൻ നമുക്ക് സൈൻ ഫ്ലാഗ് വരുന്നുണ്ട്, സീറോ ഫ്ലാഗ് വരുന്നുണ്ട്, ദെൻ ഓവർഫ്ലോ വരുന്നുണ്ട്. ഇത് ഇത്രയും കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനൊക്കെ തന്നെ ഡയറക്ഷൻ ഫ്ലാഗ് വരുന്നുണ്ട്, ട്രാപ്പ് ഫ്ലാഗ് വരുന്നുണ്ട്, അതിനൊക്കെ തന്നെ മറ്റൊരെണ്ണം വരുന്നതാണ് ഡയറക്ഷൻ ഇന്റർ ഫ്ലാഗ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഫ്ലാഗുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ കണ്ടീഷൻ ഓഫ് റിസൾട്ട് ഓഫ് ALU ഓപ്പറേഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 16 ഫ്ലാഗ് ഓഫ് 8086 മൈക്രോ പ്രോസസർ ഈസ് റെസ്പോൺസിബിൾ ടു ഇൻഡിക്കേറ്റ്. എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറഞ്ഞത് കണ്ടീഷൻ ഓഫ് റിസൾട്ട് ഓഫ് ALU ഓപ്പറേഷൻ, ദ കണ്ടീഷൻ ഓഫ് മെമ്മറി, ദ റിസൾട്ട് ഓഫ് അഡീഷൻ, ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ. റിസൾട്ടിനെ ഒന്നുമല്ല റിഫ്ലക്ട് ചെയ്യുന്നത്, ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. മീൻസ് ഫ്ലാഗുകളിൽ ചേഞ്ചസ് വരും. അപ്പൊ ആ ചേഞ്ചസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫ്ലാഗുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി 8086 മൈക്രോ പ്രോസസർ ഇഫ് DS ഈക്വൽ ടു ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്ററിന്റെ വാല്യൂ കൊടുത്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 1100 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. BX ഈക്വൽ ടു 0200H ആൻഡ് SI ഈക്വൽ ടു 0500H. ഇത് ചോദിച്ചിരിക്കുന്ന ഇതാണ്: ദ അഡ്രസ് ആക്സസ്ഡ് ബൈ മൂവ് CH സ്ക്വയർ ബ്രാക്കറ്റിൽ BX പ്ലസ് SI. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് മെമ്മറിയാണ്. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ് എന്ന് വെച്ചാൽ മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഫിസിക്കൽ അഡ്രസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇക്വേഷൻ ഇങ്ങനെയാണ്: സെഗ്മെന്റ് ഇൻറ്റു 10H പ്ലസ് ഓഫ്സെറ്റ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ സെഗ്മെന്റ് ആയിട്ട് അവർ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡാറ്റ സെഗ്മെന്റ് ആണ്. അപ്പൊ എത്രയാണ്, 1100H ഇൻറ്റു 10H പ്ലസ് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് BX വാല്യൂ SI വാല്യൂ നമ്മൾ യൂസ് ചെയ്യണം. കാര്യം ഇത് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പൊ എങ്ങനെയാണ് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? BX വാല്യൂ എത്രയാണ്, 0200H അല്ലെ, SI വാല്യൂ 0500H. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0070. അപ്പം നമുക്ക് എഴുതാം 0700H എന്ന് എഴുതാം. അപ്പം 1100 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0 അഡീഷൻ കൊടുത്താൽ മതി. അപ്പം 1100 പ്ലസ് 0700 ഈക്വൽ ടു നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് 1100 പ്ലസ് 0700 00711. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 1170H ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ അത് ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് 8086 റിലേറ്റ് ചെയ്ത് വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് ഫ്ലാഗ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് വരുന്നതാണ് ഈ പറയുന്നതൊക്കെ തന്നെ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡാറ്റ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ സീക്വൻസ് ഓഫ് പോപ്ഡ് ഔട്ട് വാല്യൂസ് ഇഫ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ push 1, push 2, pop, push 1, push 2, pop, 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 push 2, pop are performed in a stack. അപ്പൊ നമ്മളിവിടെ സ്റ്റാക്ക് വരയ്ക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ, എന്നിട്ട് പോപ്പ് ചെയ്യുന്ന വാല്യൂസ് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പുഷ് 1. അടുത്ത എന്താണ്, പുഷ് 2. 2നെ പുഷ് ചെയ്തു. അടുത്ത പോപ്പാണ്. പോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 ഇവിടുന്ന് റിമൂവ് ആവും. അപ്പൊ ഔട്ട്പുട്ടിൽ എന്ത് വരും, 2 വരും നമുക്ക്. അപ്പൊ സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവിടുന്ന് 2 റിമൂവ് ആവും. നെക്സ്റ്റ് വൺ പുഷ് 1 ആണ്. അപ്പൊ അഗെയിൻ 1 പുഷ് ചെയ്തു. അടുത്ത എന്താണ്, പുഷ് 2. അഗെയിൻ 2 പുഷ് ചെയ്തു. അടുത്തൊരു 3 പോപ്പ് അപ്ലൈ ചെയ്യാൻ പറയുകയാണ്. അപ്പം ആദ്യം 2 പോപ്പ് ചെയ്തു, അടുത്തത് 1 പോപ്പ് ചെയ്തു, അടുത്തത് 1 പോപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ പുഷ് 2. അങ്ങനെയാണെങ്കിൽ എന്താണ്, അഗെയിൻ 2 പുഷ് ചെയ്തു.
അടുത്ത എന്താണ് പോപ്പ്. അപ്പൊ എന്ത് ചെയ്തു? 2 പോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 2 2 1 1 2 എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. ഈ മോഡൽ ക്വസ്റ്റ്യൻസും സ്റ്റൈ പ്രൈമും ഡാറ്റ സ്ട്രക്ചറും ചോദിക്കാറുണ്ട്. പുഷ് പോപ്പ് ഓപ്പറേഷൻ റിലേറ്റ് ചെയ്ത് ലിസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്നിട്ട് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. ഇനി അടുത്തതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് സ്ഥിരമായിട്ട് വരുന്നതാണ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഫിക്സിന്റെ ഇവാലുവേഷൻ ഒക്കെ പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് റിസൾട്ട് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഫോളോയിങ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഈസ്. ഓക്കെ. അപ്പം എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? റിസൾട്ട് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഫോളോയിങ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. അപ്പൊ ഇവിടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാം. 579 സ്റ്റാർ അത് പ്ലസ് 493 സ്ലാഷ് പ്ലസ് മൈനസ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറന്റ് വന്നു കഴിഞ്ഞാൽ ആ ഓപ്പറന്റിനെ എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ രണ്ട് പോപ്പ് ചെയ്യണം. ആദ്യം y ഈക്വൽ ടു ഫസ്റ്റ് പോപ്പ് ചെയ്യുന്ന വാല്യൂ വൈക്കകത്തേക്ക്, സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന വാല്യൂ എക്സിനകത്തേക്ക്, ദെൻ എക്സ് ഓപ്പറേറ്റർ y കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യുക? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ. അപ്പൊ ആദ്യം 5 ഞാൻ പുഷ് ചെയ്തു, അടുത്ത 7 പുഷ് ചെയ്തു, അടുത്തത് 9 പുഷ് ചെയ്തു. കാര്യം ഇത് ഓപ്പറൻസ് ആണ് വന്നത്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? സ്റ്റാർ. ഓക്കെ. അപ്പൊ സ്റ്റാർ വരുന്ന സമയത്ത് ഫസ്റ്റ് പോപ്പ് ഞാൻ ചെയ്തു. അപ്പൊ ആര് വന്നു? വൈക്കകത്തേക്ക് 9. സെക്കൻഡ് പോപ്പ് ഞാൻ ചെയ്തു, അത് എക്സിനകത്തേക്ക്. അപ്പൊ എക്സിനകത്തേക്ക് എത്ര വന്നു? 7 വന്നു. ഇനി ടി ഈക്വൽ ടു എക്സ് ഓപ്പറേറ്റർ വൈ. ഓക്കെ. അപ്പൊ എക്സ് എത്രയാണ്? 7 ഇൻറ്റു വൈ എത്രയാണ്? 9 അല്ലെ? ഓപ്പറേറ്റർ സ്റ്റാർ ആണ്, അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 63 വരും. ആ 63 തിരിച്ച് എന്ത് ചെയ്യും? സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 563 എന്ന് വരും. അടുത്ത എന്താണ്? ഓക്കെ, ഇവിടെ വരെ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എന്താണ്? പ്ലസ്. ഓക്കെ. പ്ലസ് വരുന്ന സമയത്ത് ഇതിനാണ് തന്നെ കോൺസെപ്റ്റ്. y ഈക്വൽ ടു എന്ത് കൊടുക്കുക? 63, എക്സ് ഈക്വൽ ടു 5. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ടി ഈക്വൽ ടു എക്സ് ഓപ്പറേറ്റർ y. അപ്പൊ എത്ര വരുന്നത്? 5 പ്ലസ് 63 ഈക്വൽ ടു എത്ര വരുന്നത്? 68 വരും. ഓക്കെ. അപ്പൊ നമ്മുടെ സ്റ്റാക്ക് ഇങ്ങനെയായിട്ട് മാറും, 68 എന്നായിട്ട് മാറും. ഇനി അടുത്തത് 4 പുഷ് ചെയ്തു, അടുത്തത് 9 പുഷ് ചെയ്തു, അടുത്തത് 3 പുഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് വന്നിരിക്കുന്ന സ്ലാഷ് ആണ്. അപ്പൊ ഫസ്റ്റ് പോപ്പ് ചെയ്യുന്ന വാല്യൂ വൈക്കകത്തേക്ക്. അപ്പൊ y ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 9. ഓക്കെ. അപ്പം നമ്മൾ ടി ഈക്വൽ ടു എക്സ് ഓപ്പറേറ്റർ y അല്ലേ? 9/3 ഈക്വൽ ടു എത്ര വരും? 3. അതിന് സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യും. അപ്പൊ 68ഉം 4 അവിടെ ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് ആരും കൂടെ വരും? 3 കൂടെ വരും. അടുത്തത് പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ പിന്നെ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പം ഫസ്റ്റ് പോപ്പ് ചെയ്യുന്ന വാല്യൂ y ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 4, ദെൻ ടി ഈക്വൽ ടു എക്സ് ഓപ്പറേറ്റർ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 + 3 ഈക്വൽ ടു എത്ര വരും? 7. അപ്പൊ നമ്മുടെ സ്റ്റാക്ക് ഇങ്ങനെ മാറും, 68 7 എന്നായിട്ട് മാറും. അടുത്ത എന്താണ് വന്നിരിക്കുന്നത്? മൈനസ്. ഓക്കെ, സെയിം കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു 7, എക്സ് ഈക്വൽ ടു 68. ഓക്കെ. ടി ഈക്വൽ ടു എക്സ് ഓപ്പറേറ്റർ y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 68 - 7 ഈക്വൽ ടു എത്ര വരും? 61. അത് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക? അഗെയിൻ പുഷ് ചെയ്യുക. ദെൻ ഇപ്പൊ നമുക്ക് എല്ലാ എക്സ്പ്രഷനും നമ്മൾ റീഡ് ചെയ്തു. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റാക്കിൽ കാണും. എത്രയാണ് ആൻസർ വരുന്നത്? 61 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലംസ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ക്യൂ ഈസ് ഇംപ്ലിമെന്റഡ് യൂസിങ് അറേ, വാട്ട് വുഡ് ബി ദ വേസ്റ്റ് റൺ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് എൻ ക്യൂ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഈ പറയുന്ന തന്നെ റിയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. റിയർ ഈക്വൽ ടു റിയർ പൊസിഷൻ. ആ റിയർ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക? ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യുക. അപ്പം ക്യൂ ഓഫ് ആർ ഈക്വൽ ടു ഐറ്റം. അപ്പൊ അവിടെ നമ്മൾ ലൂപ്പ് ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എത്രയാണ്? ബിഗ് ഓഫ് 1 ആണ്. ഓക്കെ. ഇനി അതിനൊക്കെ തന്നെ ഡി ക്യൂന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇരിക്കുന്നിടത്ത് നിന്ന് ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യുക. അപ്പം ഐറ്റം ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്, ദെൻ എഫ് ഈക്വൽ ടു എഫ് പ്ലസ് 1. ഓക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ലൂപ്പ് ഒന്നും ഓടിക്കുന്ന ആവശ്യം വരുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് എന്താണ്? ബിഗ് ഓഫ് 1 തന്നെയാണ് ടൈം കോംപ്ലക്സിറ്റി വരിക. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. കാര്യം ഇത് ഫ്രണ്ട് റിയർ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ഫ്രണ്ട് റിയർ എപ്പോഴും നമുക്ക് അറിയാമായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രമേ ലൂപ്പ് ഓടിക്കുന്നില്ല. നെക്സ്റ്റ് വൺ സി പ്രോഗ്രാമിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഓക്കെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് കൺസിഡർ ദ ഫോളോയിങ് റിക്കർസീവ് ഫംഗ്ഷൻ ദാറ്റ് ടേക്സ് 2 ആർഗ്യുമെന്റ്സ്. 2 ഇൻപുട്ടിനെ എടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഫൂ എന്നാണ് ഫംഗ്ഷന് പേര് കൊടുത്തിരിക്കുന്നത്. 2 ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് എന്നും ഒന്ന് ആറും എടുക്കുന്നു. ഓക്കെ. n > 0 ആണെങ്കിൽ എന്തിനാ റിട്ടേൺ ചെയ്യുന്നത്? n mod r പ്ലസ് അഗെയിൻ ഫൂവിനെ കോൾ ചെയ്യുന്നു. അപ്പം റിക്കർഷൻ ആണ് n/r, r. എന്നിട്ട് ഇതിനെ കോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ റിട്ടേൺ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഫൂ വെൻ ഇറ്റ് ഈസ് കോൾഡ് ഫൂ 345 10.
അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ടൂവിനെ ഒന്ന് കോൾ ചെയ്യാം. 2 345, 10. അപ്പൊ ഇവിടെ ഇൻപുട്ട് വരുന്ന എത്രയാണ്? ഇവിടെ 345 വരും, ഇവിടെ 10 വരും. അപ്പം n greater than 0 അല്ലെ, എൻ്റെ ഒരു 345 ആണ്. അപ്പൊ എന്ത് വർക്ക് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് റിട്ടേൺ n മോഡ്. അപ്പൊ 345 മോഡ് 10 പ്ലസ് എഗെയിൻ എന്ത് ചെയ്യുക? ടൂവിനെ കോൾ ചെയ്യുക. എത്ര വെച്ചിട്ട്? 345/10, 10. അപ്പൊ നമുക്ക് 345 മോഡ് 10 എടുക്കാം. 345നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 34 ടൈംസ് 340 റിമൈൻഡർ 5. ഈ മുകളിൽ കിടക്കുന്ന വാല്യൂയാണ് സ്ലാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ കിടക്കുന്ന വാല്യൂയാണ് മോഡ് വെച്ച് അല്ലെ മോഡ്ലെസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഇവിടെ എത്ര വരും? നമുക്ക് ഇങ്ങനെ എഴുതാൻ 5 പ്ലസ് 2 ഓഫ് അല്ലെ 34, 10. അപ്പൊ എന്താണ്? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ എത്ര വെച്ച് കോൾ ചെയ്യണം? 34 വെച്ച് കോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ അഗെയിൻ കോൾ വരുന്നുണ്ട്. വിത്ത് ഇൻപുട്ട് എത്രയാണ്? 34. അപ്പൊ ഇതെങ്ങനെ എക്സ്പാൻഡ് ആവും? ഇവിടെ ഇപ്പോഴും എന്താണ്? 34 > 10 ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5 പ്ലസ് ഇതാണ് റിട്ടേൺ അടിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 34 മോഡ് 10 പ്ലസ് 2 ഓഫ് 34/10, 10. അപ്പൊ അതെങ്ങനെ എക്സ്പാൻഡ് ആവും? 5 പ്ലസ് 34 മോഡ് 10 എന്ന് പറഞ്ഞാൽ മോഡ് 10 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 34/10 3 ടൈംസ് 30 റിമൈൻഡർ 4. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 പ്ലസ് 2 ഓഫ് 3, 10. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് 4 പ്ലസ് 2 ഓഫ് 3 അല്ലെ. 3 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 3 മോഡ് 10 പ്ലസ് 2 ഓഫ് 3/10 പ്ലസ് 10. അപ്പൊ നമ്മൾ 3/10 എടുക്കുക. 3/10 എടുക്കുമ്പോൾ 0 ടൈംസ് 0 റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ സ്ഥലത്ത് എത്ര വരും? 3 പ്ലസ് 2 ഓഫ് ഇത് എത്ര വരും? 0, 10 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? 2 ഓഫ് 0, 10 ഈക്വൽ ടു 0, 10 എന്ന് പറയുമ്പോൾ റിട്ടേൺ അടിക്കുന്ന വിലത്താണ് 0. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 0 എന്ന് എഴുതാം. അപ്പൊ എത്ര വരും? 5 4 9 3 12 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻസ് ഈ പ്രോഗ്രാമിംഗ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു കോഡ് സെഗ്മെന്റ് വന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ S1 ഈക്വൽ ടു S1 എന്ന് പറയുന്ന ഒരു അറയാണ്. അറയ്ക്കകത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 2 3 4 നൾ ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്തത് ഒരു പോയിന്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോയിന്റർ ഈക്വൽ ടു എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ അഡ്രസ് ഞാൻ അസൈൻ ചെയ്യണേ 100, 101, 102, 103, 104 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് S1 ആണെങ്കിൽ ഇതിനെ നമുക്ക് S1 മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് S1 + 1, ഇത് S1 + 2, ഇത് S1 + 3, ഇത് S1 + 4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് P ഈക്വൽ ടു S1 + 2. അപ്പൊ S1 + 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 102. ഓക്കെ, അപ്പം P പോയിന്റ് ചെയ്യുന്ന ആരാണ്? 102. അപ്പൊ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇനി അടുത്ത എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റാർ P ഈക്വൽ ടു 0. സ്റ്റാർ P എന്ന് പറയുന്നത് എന്താണ്? P പോയിന്റ് ചെയ്യുന്ന ആരാണോ അയാളുടെ വാല്യൂ എന്തായിട്ട് മാറ്റുക? 0 ആക്കി മാറ്റുക. അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയായിട്ട് മാറും? 0. ഓക്കെ, സ്റ്റാർ P എന്ന് പറഞ്ഞാൽ എന്താണ്? P ഹോൾഡ് ചെയ്തിരിക്കുന്ന അഡ്രസ് എത്ര? 102. ആ 102 എന്ന് പറയുന്ന ലൊക്കേഷനാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റാർ P എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്രസ്. ഇപ്പൊ 20 ആണെങ്കിൽ 20 മീൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? സ്റ്റാർ P = 0 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയായിട്ട് മാറും? 0. അടുത്ത എന്താണ്? പ്രിന്റ് പെർസെന്റേജ് S1. അപ്പൊ ഇപ്പൊ ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1204. 1204. അതേതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പറയുന്ന C പ്രോഗ്രാമിംഗ്, അതായത് തന്നെ ഡാറ്റ സ്ട്രക്ചർ, അതുപോലെ തന്നെ മൈക്രോ പ്രോസസർ ഏരിയയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു.